ഹലോ ഡിയർ ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലക്ഷദ്വീപ് ടൂണ പിക്കിളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എൻ്റെ മദറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെള്ളം നല്ലപോലെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ ഫിഷിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, കശ്മീരി ചില്ലി പൗഡർ, സ്വല്പം കായം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വിനിഗർ, 1 ടീസ്പൂൺ നാടൻ വെളിച്ചെണ്ണ, ഇത്രയും ആഡ് ചെയ്ത് നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ട് തേച്ച് പിടിപ്പിക്കണം. ടൂണ ഫിഷിൻ്റെ മീറ്റ് അല്പം ഹാർഡാണ്. വിനീഗർ ചേർത്തിരിക്കുന്നത് കൊണ്ട് മസാലകളെല്ലാം അതിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിക്കോളും. ഇത് ചെയ്തു വരുമ്പോഴേക്കും ശരിക്കും ഒരു ബീഫ് പിക്കിളിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. മിക്സിങ് കഴിഞ്ഞാൽ ഇതൊരു ഹാഫ് ആൻ അവർ നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പാനിൽ ഫിഷ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ചൂടാക്കാം. ചൂട് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. നല്ല നാടൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ പിക്കിൾ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഫിഷ് ഇച്ചിരി ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണേ. നല്ലതുപോലെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് കൂടുതൽ നാൾ പിക്കിൾ കേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. പാൻ കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഫിഷ് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുവേ. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാ സൈഡും നമുക്ക് ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കേട്ടോ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് കൊടുക്കണം. ഫിഷിൻ്റെ കളർ നന്നായിട്ട് ചേഞ്ച് ചെയ്ത് വന്നിട്ടില്ലേ? ഫിഷ് പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ടേ. ഇനി ഇത് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വല്ലാതെ അങ്ങ് ഓയിൽ ഡ്രെയിൻ ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയും നമ്മളിത് ഓയിലിട്ട് തന്നെയല്ലേ കുക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പിക്കിളിന് വേണ്ടിയിട്ട് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴേ വല്ലാതെ അങ്ങ് ഹാർഡായി പോകരുത്. എന്നാൽ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിക്കിളിൽ വാട്ടർ കണ്ടൻറ്റ് കുറയുന്നതനുസരിച്ച് കൂടുതൽ കാലം പിക്കിൾ കേടാകാതെ സൂക്ഷിക്കാൻ സാധിക്കും. ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിലേക്ക് തന്നെ ഒരു ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ള് നല്ല ജീരകം, 3-4 തരി ഉലുവ, കുറച്ച് കടുക് ഇത്രയും പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടെ റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ടാണെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ. അതും ടേസ്റ്റി ആയിരിക്കും. ഒരു നുള്ള് കായം പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ്. ഗാർലിക് പേസ്റ്റും ജിഞ്ചർ പേസ്റ്റുമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. ജലാംശമെല്ലാം മാറി നല്ലൊരു ഫ്രേഗ്രൻസ് വരുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഇനി പൗഡർ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുത്തിട്ട് മഞ്ഞൾ പൊടി ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ 1.5 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. കശ്മീരി ചില്ലി ആവുമ്പം നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു കളറും വരും. വല്ലാതെ അങ്ങ് സ്പൈസി ആയി പോവുമില്ല. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഇനി 2 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പിക്കിളിന് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് വേണം കൂടുതൽ ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് തിളപ്പിച്ചാറ്റിയ വെള്ളമാണേ. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഈ മിക്സ് ബോയിൽ ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ബോയിലായാൽ എണ്ണ തെളിഞ്ഞു വരുവേ. ഈ ബോയിൽ ചെയ്യുന്ന മിക്സിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കണേ. നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്ത ഫിഷ് ആയതുകൊണ്ട് ഇതിലേക്ക് ഈ അരപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. പാൻ കവർ ചെയ്ത് വെച്ച് 2 മിനിറ്റും കൂടി നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പം മീനെല്ലാം നല്ല സോഫ്റ്റായിട്ട് മസാലയെല്ലാം അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ആർട്ടിഫിഷ്യൽ കളേഴ്സ്, പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്ത ഹോം മെയ്ഡ് ടേസ്റ്റി ലക്ഷദ്വീപ് ടൂണ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. വിനീഗർ ഒരു നാച്ചുറൽ പ്രിസർവേറ്റീവ് ആണ്. അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. പിന്നെ കശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുമ്പം പിക്കിളിന് നല്ലൊരു കളറും കിട്ടും. എല്ലാവർക്കും ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടമായില്ലേ? Eat healthy and stay healthy. Thanks for watching and keep watching. Bye bye.